വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകും. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുണെ, ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസാണ്. കുടുംബം കുറേ നാളുകളായുള്ള ആവശ്യമാണ്. പോലീസ് അന്വേഷണത്തിൽ അവർക്ക് യാതൊരു തൃപ്തിയുമില്ല. ഇപ്പോൾ ഈ ഒരു നടപടി, ഈ ഒരു ശുപാർശയിലേക്ക് നീങ്ങുന്നു. ഏറ്റവും ഒടുവിലത്തെ വിശദാംശം. ഹരി, ADM നവീൻ ബാബുവിന്റെ മരണം വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ ഒന്നാണ്. CPM-ന്റെ ജില്ലാ നേതാവ് കൂടിയായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പുളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് അവിടെ സ്ഥലമാറ്റത്തിന് വേണ്ടിയുള്ള യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത PP ദിവ്യ, അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ കൂടിയ PP ദിവ്യ പൊതുവേദിയിൽ വെച്ച് നവീൻ ബാബുവിനെ അപമാനിച്ചു. ആ ഭാരത്താലാണ്, അപമാനത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കേസ്. അതിൽ CPM-ന്റെ പ്രാദേശിക ജില്ലാ നേതാവ് കൂടിയായ PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ദിവ്യയായിരുന്നു ആ കേസിലെ പ്രതി. CPM വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നാണ്. അന്നു മുതൽ നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബം CBI അന്വേഷണമെന്ന ആവശ്യവുമായി കോടതിയിൽ സർക്കാരിനെ ആദ്യം സമീപിച്ചു. സർക്കാർ അതിന് അനുകൂല നിലപാടെടുത്തില്ല. കോടതിയിൽ പോയി. കോടതിയിൽ നിന്നും അതിൽ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിട്ടത്. പക്ഷേ VD സതീശൻ സർക്കാർ വന്ന ശേഷം അതേ നിവേദനവുമായി അവർ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ സമീപിച്ചു. ആ അപേക്ഷയിലാണ് VD സതീശൻ സർക്കാർ ലഭിച്ച അപേക്ഷയിന്മേലാണ് ഇപ്പോൾ അനുകൂല തീരുമാനമുണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗം നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണത്തിന് വിടാനുള്ള ശുപാർശ നൽകിയിരിക്കുന്നു. CBI അന്വേഷണ ശുപാർശ നൽകിയിരിക്കുന്നു. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് CBI ആണ്, കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലാണ് സംസ്ഥാന സർക്കാർ അപേക്ഷ ശുപാർശ നൽകേണ്ടത്. അത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും. ഈ കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രണ്ട് വഴിയാണ് CBI അന്വേഷണങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, ഹൈക്കോടതി തീരുമാനിക്കണം, ഹൈക്കോടതി നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണം. ഇതിൽ രണ്ടാമത്തെ വഴിയാണ്, സംസ്ഥാന സർക്കാർ ശുപാർശയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, CBI ആണ്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് ഒരു രാഷ്ട്രീയ തീരുമാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകണമെന്ന ആവശ്യവും കുടുംബത്തിനുണ്ട്. അതും സർക്കാർ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. നിരഞ്ജനയ്ക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ ദീർഘനാളായുള്ള ആവശ്യമാണിപ്പോൾ VD സതീശൻ സർക്കാർ